എത്രയോ പപ്പായ നമ്മുടെ തൊടിയിൽ ചീത്തയായി പോകുന്നുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. പപ്പായ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നല്ല ടിപ്പുകളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാണ്ട് കാണാനായിട്ട് ശ്രമിക്കണേ. എല്ലാ ടിപ്പുകളും നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ്. പപ്പായ പല സ്ഥലത്തും പല പേരിലാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഞങ്ങൾ കൊല്ലംകാർ പറയുന്നത് കപ്പയ്ക്ക എന്നാണ്. നിങ്ങൾ എന്താണ് ഇതിന് പറയുന്നതെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഓരോ ടിപ്പുകളായിട്ട് കണ്ടു നോക്കാം. ഇന്നത്തെ നമ്മുടെ ടിപ്പുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പച്ചപ്പപ്പായാണ് കേട്ടോ. നല്ല പോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി വെക്കാനൊക്കെ ആയിട്ട് പപ്പായ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തോല് കട്ട് ചെയ്ത് കളയുമല്ലോ. ഇപ്പം നമ്മൾ കുറച്ച് ഉള്ളിലേക്ക് കയറ്റി ദശയോടുകൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഒരു ടിപ്പ് ചെയ്യാനായിട്ട് പപ്പായയുടെ തോല് മാത്രമല്ല കേട്ടോ, കുറച്ച് പപ്പായയുടെ ആ ഒരു മാംസം കൂടെ വേണം. ഇതുപോലെ കുറച്ച് ദശയോട് കൂടി നമുക്ക് കുറച്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ റെഡിയാക്കി എടുത്തിട്ടുള്ള കുറച്ച് മഞ്ഞളിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞളാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. ഇനി ഇത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. കുറച്ച് സമയമെടുക്കും. ആദ്യം ഒന്ന് പൾസ് മൂഡിലിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഈ ഒരു പേസ്റ്റ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫേഷ്യൽ ഹെയർ ഒക്കെ മാറ്റാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. PCOD ഒക്കെ ഉള്ളവർക്ക് നല്ല പോലെ ഫേഷ്യൽ ഹെയർ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ നിങ്ങളൊന്ന് അരച്ച് മുഖത്തിട്ട് നോക്കൂ. ഈ ഒരു പേസ്റ്റ് നമ്മൾ മുഖത്ത് ഏകദേശം അരമണിക്കൂർ ഇട്ടതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയാണെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെച്ച് നിങ്ങൾ ചെയ്താൽ നമ്മുടെ ഫേഷ്യൽ ഹെയർ ഒക്കെ കൊഴിഞ്ഞു പോകും കേട്ടോ. വെറുതെ നമ്മൾ ഷേവൊക്കെ ചെയ്താൽ വീണ്ടും ആ ഒരു ഹെയർ വളർന്നു വരാനും ആ ഒരു ഭാഗത്ത് കറുപ്പൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നിങ്ങൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വളരെ അടിപൊളി ടിപ്പാണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല പോലെ സക്സസ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിലെയും കാലിലെയും ഒക്കെ അമിത രോമ വളർച്ച ഒഴിവാക്കാനായിട്ട് ഈ ഒരു പേസ്റ്റ് നല്ലതാണ് കേട്ടോ. ഒട്ടും തന്നെ സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഫെയർ ആവാനും ഗ്ലോ ആവാനും അതുപോലെ തന്നെ അധികമായിട്ടുള്ള ഹെയറൊക്കെ കൊഴിഞ്ഞു പോകാനും സഹായിക്കും. നിങ്ങൾ ഒരു പ്രാവശ്യം തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അരമണിക്കൂർ കഴിഞ്ഞ് നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിയതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്നൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അടിപൊളിയാണ്. ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും കൂടി എന്നെ അറിയിക്കണേ. ബാക്കിയുള്ള പേസ്റ്റ് ഞാൻ ഇതുപോലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ പതിവ്. ഇതിപ്പോൾ എനിക്ക് 2-3 പ്രാവശ്യത്തേക്ക് ഉപയോഗിക്കാനുണ്ടാവും. ആഴ്ചയിൽ നമ്മൾ 2-3 പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി കേട്ടോ. നല്ലൊരു റിസൾട്ടായിരിക്കും. നമ്മളിപ്പം പാർലറിലൊക്കെ പോയി വാക്സ് ചെയ്യുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മാത്രമല്ല സ്കിൻ ഡാമേജും ആവും. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ ഉണ്ടാവും കേട്ടോ. അപ്പം ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, നമ്മളൊരു പപ്പായയുടെ തോലൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ ആ ഒരു പീസ് കഴുകി അതിൻ്റെ ആ ഒരു കറയൊക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. നമ്മുടെയൊക്കെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക്, അതായത് 6 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുമല്ലോ, ആ ഒരു സ്റ്റേജിലുള്ള കുഞ്ഞുങ്ങൾക്ക് മുതൽ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്നതാണ്. ചെറിയ മക്കളുള്ള അമ്മമാർക്കൊക്കെ അറിയാം, നമ്മൾ മുലപ്പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കവിട്ടുക, പുളിച്ച് തികട്ടുക, അല്ലെങ്കിൽ രാത്രിയിൽ വല്ലാണ്ട് കരയും. നമുക്ക് എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം വയറിനൊക്കെ ചിലപ്പോൾ അസ്വസ്ഥതയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം കുഞ്ഞുങ്ങൾ കരയുന്നത്. പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ വിരയുടെയൊക്കെ ശല്യം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒന്നാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. എന്ത് കഴിച്ചാലും തടി വെക്കാത്ത മക്കളൊക്കെ ആണെങ്കിൽ ഇതൊന്ന് നിങ്ങൾ തയ്യാറാക്കി കൊടുക്കണേ. നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ പപ്പായ ഒന്ന് സ്റ്റീം ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ലപോലെ ആ പപ്പായ ഒന്ന് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടണം. അതിന് വേണ്ടിയാണ് കേട്ടോ നമ്മളൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. പണ്ട് കാലം മുതലേ മുത്തശ്ശിമാരൊക്കെ നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുള്ളൊരു ടിപ്പാണ്. ഞാനും എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പച്ചപ്പപ്പായ കിട്ടുവാണെങ്കിൽ ഞാനിത് പോലെ ജ്യൂസ് ആക്കിയിട്ട് മോൾക്ക് കൊടുക്കാറുണ്ട്. നല്ലപോലെ സ്റ്റീം ചെയ്ത് അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഇതുപോലെ സ്പൂൺ വെച്ച് ഉടച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടണം. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. ഇതുപോലെ നല്ല പരുവത്തിന് നമുക്ക് വെന്ത് കിട്ടണം കേട്ടോ. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ നല്ലതുപോലെ കുതിർത്തെടുത്ത 3-4 അണ്ടിപ്പരിപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിന് പകരം നമുക്ക് ബദാം ആയാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയോ കൽക്കണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അതിനുശേഷം നല്ലതുപോലെ അരച്ച് ഇതുപോലൊരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് കുഞ്ഞു മക്കൾക്കൊക്കെ സ്പൂണിൽ കോരി കൊടുക്കാവുന്നതാണ്.
അരയ്ക്കുന്ന സമയത്ത് വെള്ളം ചേർക്കേണ്ട കേട്ടോ. കുറച്ചും കൂടെ നിങ്ങൾക്ക് ലൂസ് ആവണമെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചാറിയ പാല് ചേർത്തിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുറുക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാം. ഇനി കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഒരു 1/2 ഗ്ലാസ്സൊക്കെ പാലൊക്കെ ഒഴിച്ചിട്ട് ജ്യൂസ് പോലോ ഷേക്ക് പോലോ ഒക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കൂ. വിരയുടെ ശല്യമേ ഉണ്ടാവത്തില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. ഞാൻ ഒരു പപ്പായ നല്ലതുപോലെ അതിൻ്റെ തോലും കുരുവും ഒക്കെ കളഞ്ഞിട്ട് ചെത്തി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പണ്ട് കാലത്തൊക്കെ നമ്മളെ വീട്ടിൽ കുക്കറും ഗ്യാസ് അടുപ്പും ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ നോൺ വെജൊക്കെ വേവിക്കുമ്പോൾ, പ്രത്യേകിച്ചും ബീഫും മട്ടനും ഒക്കെ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ചെറിയ പീസ് പപ്പായ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നല്ലേ. മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആവാനുമൊക്കെ അത് സഹായിക്കും. അപ്പോൾ നമുക്ക് പപ്പായ ഇല്ലാത്ത സമയത്തും അതുപോലെ ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഇതുപോലെ നമ്മൾ വൃത്തിയാക്കിയെടുത്ത പപ്പായ ഒരു ഗ്രേറ്ററിൽ ചെറുതായിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നവരാണെങ്കിൽ ഇതുപോലെ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ പപ്പായ ഉണ്ടാവും. ഒന്ന് ഗ്രേറ്റ് ചെയ്ത് 2-3 ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിലാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ മീറ്റൊക്കെ വേവിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ചും ബീഫും മട്ടനും ഒക്കെ വേവിക്കുന്ന സമയത്ത് ആ ഒരു പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും, പെട്ടെന്ന് വെന്ത് കിട്ടും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. മാത്രമല്ല നമ്മുടെ സമയവും ഗ്യാസും ഒക്കെ നമുക്ക് ലാഭമാണ്. അടുത്ത ടിപ്പ്, ഞാനൊരു പപ്പായ തോലോടുകൂടി തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചമഞ്ഞളോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടിയോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കല്ലുപ്പ് കേട്ടോ, ഒരു 1.5 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് കല്ലുപ്പും, പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്, വിനാഗിരിയിലാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് നമ്മൾ ഐസ് ട്രേയിലാക്കിയിട്ട് നല്ലപോലെ ഫ്രീസ് ചെയ്തെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് കേട്ടോ അത്. ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മൾ നോൺ വെജൊക്കെ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സ്മെല്ല് മാറാൻ, അല്ലെങ്കിൽ ആ ഒരു കിച്ചൺ സിങ്കിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല്, നമ്മുടെ കയ്യിലുണ്ടാകുന്ന ബാഡ് സ്മെല്ല്, പ്രത്യേകിച്ച് നമ്മൾ ചാള അല്ലെങ്കിൽ കൊഞ്ചൊക്കെ വേവിക്കുന്ന സമയത്ത് വല്ലാത്തൊരു സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ ആ ഒരു മീനിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ 1-2 ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ഉളുമ്പ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഇപ്പം ഞാൻ അരച്ചെടുത്ത പേസ്റ്റ് ഐസ് ട്രേയിലാക്കിയിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആവശ്യമുള്ള സമയത്ത് 1-2 പീസായിട്ട് എടുക്കും. മീനൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് 1-2 ഐസ് ക്യൂബ് എടുത്ത് മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ മീനും ആ ഒരു ഐസ് ക്യൂബും ഒക്കെ ഒന്ന് ഞെരടി കഴുകിയെടുക്കുകയാണെങ്കിൽ ഉളുമ്പ് മണം മാറിക്കിട്ടും കേട്ടോ. മാത്രമല്ല മീൻ കട്ട് ചെയ്തതിന് ശേഷമുള്ള കിച്ചൺ സിങ്കിലുള്ള ആ ഒരു സ്മെല്ല് മാറാനൊക്കെ നല്ലതായിട്ട് സഹായിക്കും. ചില സമയങ്ങളിൽ രാത്രിയിൽ കിച്ചൺ സിങ്കൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് 1-2 ക്യൂബ് ഇതുപോലെ കിച്ചൺ സിങ്കിലേക്ക് ഇട്ട് കൊടുക്കും. രാത്രി കാലങ്ങളിൽ നമ്മുടെ സിങ്ക് വഴി വരുന്ന പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് സഹായിക്കും കേട്ടോ. ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പം കിച്ചൺ സിങ്കിലുള്ള സ്മെല്ലും മാറിക്കിട്ടും, നമ്മുടെ കയ്യിലുള്ള ആ ഒരു മീനിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു നോൺ വെജിൻ്റെ ഒക്കെ സ്മെല്ലും മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഞാൻ ഈ ഐസ് ക്യൂബ് ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എത്ര ക്ലീൻ ചെയ്താലും നമ്മുടെ വാഷ് ബേസിൻ അല്ലെങ്കിൽ ക്ലോസറ്റിൽ നിന്നൊക്കെ വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ടല്ലേ. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ 1-2 ക്യൂബ് ഞാൻ കിച്ചൺ സിങ്കിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെ വാഷ് ബേസിനിലേക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. ആ ഒരു ബാഡ് സ്മെല്ല് പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്പുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് കണ്ടു നോക്കാം. നമ്മൾ തൊടിയിലൊക്കെ പോയിട്ട് വരുമ്പം കയ്യിൽ ചിലപ്പം പുഴു ആട്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് ചുമന്ന് തടുത്ത് ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ പപ്പായയുടെ നീരെടുത്തിട്ട് ആ ഒരു ചൊറിച്ചിലുള്ള ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറിക്കിട്ടും കേട്ടോ. ചെറിയ പ്രാണികളൊക്കെ കടിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊതുക് കടിച്ചിട്ടുള്ള ആ ഒരു ചൊറിച്ചിലും നീറ്റലും ആ ഒരു തടുപ്പും ഒക്കെ മാറാനായിട്ട് പപ്പായയുടെ ഈ ഒരു നീര് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. പപ്പായയുടെ നീര് വെച്ചിട്ടുള്ള അടുത്ത ടിപ്പ് മിക്ക ആളുകളും ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി മിക്കപ്പോഴും ചെയ്യുന്ന ഒരു ടിപ്പാണ്. ഇതുപോലെ പപ്പായയുടെ നീര് ഒരു പപ്പടത്തിൻ്റെ സൈഡിൽ 2 സൈഡിലും തേച്ചതിന് ശേഷം നല്ലതുപോലെ ചുട്ടെടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വിരയുടെ ശല്യം പിടിച്ച് കെട്ടിയതുപോലെ നിൽക്കും കേട്ടോ.
ഇപ്പം നമുക്ക് വിരയുടെ ടാബ്ലറ്റൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാനായിട്ട് കിട്ടും. പക്ഷേ പണ്ടൊക്കെ, അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇതുപോലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. ഇതുപോലൊരു പപ്പടത്തിൻ്റെ 2 സൈഡിലും പപ്പായയുടെ നീര് ചേർത്തിട്ട് നമ്മൾ എണ്ണ ഉപയോഗിക്കാണ്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്ന ഈ ഒരു പപ്പടം. നല്ല ക്രഞ്ചി ആയിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഇതുപോലെ 2 സൈഡിലും നല്ലപോലെ ആ പപ്പായയുടെ നീര് തേച്ചതിന് ശേഷം ചൂടായിട്ടുള്ളൊരു പാനിൽ വെച്ച് 2 സൈഡും നമ്മൾ ഒട്ടും തന്നെ എണ്ണ ഒഴിക്കാണ്ട് ചുട്ടെടുത്തിട്ട് കുട്ടികൾക്കൊന്ന് കൊടുത്തു നോക്കും. അടിപൊളിയാണ്. 2-3 പ്രാവശ്യം അടുപ്പിച്ച് കൊടുത്താൽ തന്നെ വിരയുടെ ശല്യമേ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ എത്താനായിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഒപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.